2025 ഞങ്ങളുടെ ആദ്യത്തെ യാത്ര വെസ്റ്റ് കോസ്റ്റ് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ന്യൂസിലാൻഡിലെ സൗത്ത് ലാൻഡിലുള്ള ഏറ്റവും മനോഹരമായ ഒരു റൂട്ടാണ് ഈ വെസ്റ്റ് കോസ്റ്റ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഞങ്ങൾ യാത്ര തുടങ്ങുന്നത് വനാക്കയിൽ നിന്നാണ്. ഇന്ന് ഞങ്ങൾ നേരെ പോകുന്നത് വനാക്കയിലാണ്. വനാക്കയിൽ പോയിട്ട് ഞങ്ങൾ ഹാസ് എന്ന് പറഞ്ഞ സ്ഥലത്തെത്തും. അവിടെ നിന്നാണ് തുടങ്ങുന്നത്. അവിടെ ഇന്നൊരു മോട്ടലിലാണ് സ്റ്റേ ചെയ്യുന്നത്. പോകുന്ന വഴിക്ക് നല്ല അടിപൊളി കാഴ്ചകളുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം വനാക്കയുടെ അടുത്തുള്ള വനാക്ക ട്രീ കണ്ടിട്ട് വരാം. ഇതാണ് ആപ്രിക്കോട്ടിൻ്റെ മരം കേട്ടോ. അത് കണ്ടില്ലേ എന്തോരം ആപ്രിക്കോട്ടുകളാന്ന് നോക്ക്. മരം നിറച്ച് കായ്ച്ചിട്ടുണ്ട്. ഇത് റോഡ് സൈഡിലുള്ളൊരു ചെറിയ ഫാമും അതിനോട് ചേർന്നൊരു ഷോപ്പുമായിരുന്നു. ആപ്രിക്കോട്ട് മേടിച്ചില്ല. ആപ്രിക്കോട്ടൊന്നും പഴുത്തിട്ടില്ല, ആയി വരുന്നതേ ഉള്ളൂ. ആപ്രിക്കോട്ടിൻ്റെ സീസൺ അല്ലെന്ന് തോന്നുന്നു. ഇവിടുന്ന് ഞങ്ങൾ കുറച്ച് ബോയ്സംബറിയും ബ്ലാക്ക് ബെറിയും മേടിച്ചു. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അച്ഛൻ ഇത് ബിൽഡിങ് നേരാക്കടാ. അപ്പോൾ ഞങ്ങളിവിടെ പസ്ലിംഗ് വേൾഡ് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണുള്ളത്. ഇത് ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പല രീതിയിലുള്ള ബിൽഡിങ്, അതായത് പല ഷേപ്പിൽ ഉണ്ടാക്കി വെച്ചേക്കാണ്. ഇത് കണ്ടില്ലേ, ഇങ്ങനത്തെ ഓരോ നിർമ്മാണങ്ങളൊക്കെ വെച്ചാൽ ഇങ്ങനത്തെ ഓരോ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് ഇവിടെ. കണ്ടാ, ഇവിടെ ഈ പറഞ്ഞ പോലെ ഫോട്ടോ എടുക്കാനും പിന്നെ അതിൻ്റെ ഉള്ളിലൊരു മേസ് ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ കയറാനൊക്കെ ആൾക്കാർ ഒത്തിരി വരുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ കൂടെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ പുറത്തേക്ക് ഇറങ്ങാൻ ഇച്ചിരി പ്രയാസമായിരിക്കും. അപ്പം അതിൻ്റെ ഉള്ളിൽ കയറാനും ഒക്കെ ആയിട്ട് ആൾക്കാർ ഒത്തിരി ഇവിടെ വരുന്നുണ്ട്. ഇത് കണ്ട, ഇതുപോലത്തെ ഓരോ ഷേപ്പുകളിലുള്ള ബിൽഡിങ്ങുകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ചുമ്മാ ഒരു രസം, അത്രേ ഉള്ളൂ. അതിൻ്റെ മണ്ണിലൊക്കെ ഒന്ന് പോയിട്ട് വരാം. അച്ഛനെ കാണുന്നില്ല. ഹലോ, ഒരു ഹായ് പറയാവോ? അപ്പം ഞങ്ങൾ ഇവിടുന്ന് പോവുകയാണ്. കാരണം പിള്ളേർക്ക് വലിയ ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നുന്നില്ല. എല്ലാവരും ആർക്കും ചാർജൊന്നുമില്ല. എല്ലാവരും ഭയങ്കര ക്ഷീണത്തിലാണ്. ഉറക്കം അങ്ങനെ എണീറ്റ് വരുന്നു, ഭക്ഷണം കഴിക്കാത്തതിന്റെ ഒക്കെ ക്ഷീണമാണ്. അപ്പം അത് കാരണം ഞങ്ങൾ ഇവിടുന്ന് പോവുകയാണ്. അതിന് മേസിൻ്റെ ഉള്ളിൽ കയറണ്ടെന്ന് വെച്ചു. വെറുതെ പൈസ കൊടുത്ത് കയറിയിട്ട് ഇവർക്ക് വലിയ ഇതായിട്ട് തോന്നില്ല. അപ്പോൾ നമുക്ക് പോവല്ലേ, അടുത്ത സ്ഥലത്തേക്ക് പോവാം. അവിടെ എത്തുമ്പോഴത്തേക്കും പതുക്കെ ചാർജ് ആയിക്കോളും. അങ്ങനെ ഞങ്ങൾ വനാക്ക ട്രെയിനിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. വനാക്ക ഇവിടെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ. ഒത്തിരി ആൾക്കാർ വരുന്നൊരു സ്ഥലമാണ്. ഇവിടെ മെയിനായിട്ടും ഇവിടെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും വരുന്നത്. ഈ കാണുന്നതാണ് കേട്ടോ വനാക്ക ട്രീ. ഇത് ഭയങ്കര ഫേമസ് ആണ്. ഒത്തിരി ടൂറിസ്റ്റുകൾ വരുന്നതാണ്. കണ്ടില്ലേ, എല്ലാവരും ഇവിടെ ഫോട്ടോ എടുക്കാനാണ് വരുന്നത്. ഈ ട്രീയെ ബാക്ക്ഗ്രൗണ്ട് ആക്കിയിട്ട്. കാരണം ആ ട്രീയും അതിൻ്റെ ആ പുറകിലുള്ള ലേക്കും ആ മലയെല്ലാം കൂടി ആയിട്ട് നല്ല രസമാണ് ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ. അതിനാണ് ഇവിടെ എല്ലാവരും വരുന്നത്. പല തരത്തിൽ നിന്നിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ട് ആൾക്കാർ. പുള്ളിക്കാരി ഭയങ്കരമായിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി കഷ്ടപ്പെടാൻ തോന്നുന്നു അല്ലേ. അടിപൊളി. ഓട്ടത്തിന്റെ സമയത്ത് ഇത് കാണാൻ ഭയങ്കര രസാലോ. ഇതിന്റെ ഒക്കെ കളർ മാറും. ഇതെല്ലാം മഞ്ഞ കളറായിരിക്കും.
നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാം അല്ലേ? നമ്മൾ അടുത്തൊരു ഇവിടെ ഒരു ചെറിയൊരു ലേക്കിൻ്റെ അടുത്തൊരു ബീച്ച് പോലെ ഒരു എന്ന് വെച്ചാൽ നല്ല സ്ഥലമാണെന്ന് പറഞ്ഞു കേട്ടോ. നമുക്കൊന്ന് അവിടെ നിന്ന് പോയി നോക്കിയിട്ട് വരാം. നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. ഇവിടെ ഇന്ന് ചെറിയ എന്താ പറയുക, ന്യൂ ഇയർ ഒക്കെ കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര തിരക്കാണ്. ഇവിടെ ഫേമസ് ആയിട്ടുള്ളൊരു ടൂറിസ്റ്റ് ലൊക്കേഷനാണ്. അപ്പോൾ ഒത്തിരി ആൾക്കാർ ക്യാമ്പിങ്ങിനായിട്ട് വരുന്ന ഒരു ഏരിയ ആണിത്. അതുപോലെ സൈക്കിളിലും ഒക്കെ ആയിട്ട് സൈക്ലിസ്റ്റുകളും ഒത്തിരി പേര് വരും. അതാണ് ഇവിടെ ഭയങ്കര തിരക്കാണ് ഇവിടെ സ്ഥലത്ത്. ഈ സമയത്തൊക്കെ ഇവിടെ ഒരു വീട് വാടക എടുക്കാമെന്ന് പറഞ്ഞാൽ ഭയങ്കര പൈസ, അല്ലെങ്കിൽ ഒരു ഹോട്ടലോ എല്ലാം കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ല പൈസ. കാരണം ഈ സമയത്ത് ഒത്തിരി ടൂറിസ്റ്റുകൾ വരുന്ന സമയമാണ് ഇവിടെ. പ്രത്യേകിച്ച് ന്യൂ ഇയറിൻ്റെ സമയത്ത് ഒത്തിരി പേര് വരും. ഇവിടെ ഈ സമയത്ത് സമ്മർ ആയതുകൊണ്ട് എല്ലാവരും സൈക്കിളും അതുപോലെ ക്യാരവാനും ഒക്കെ ആയിട്ട് വരുന്നൊരു സമയമാണിത്. വനാക്ക ട്രീ കണ്ടു കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് ഇവിടെ ഒരു ലേക്ക് ഹാവിയ എന്നുണ്ട്, ലേക്ക് ഹാവിയ ബീച്ച്. അപ്പോൾ അവിടെ വെള്ളത്തിലിറങ്ങുന്ന ഒരു പിള്ളേർക്കൊന്ന് വെള്ളത്തിലൊക്കെ ഇറങ്ങണം എന്ന് പറഞ്ഞു. അപ്പോൾ നേരെ അങ്ങോട്ട് പോയിട്ട് നമുക്ക് ഹാവിയ ബീച്ച് കണ്ടിട്ട് വരാം. ഹാവിയ ബീച്ച് അടിപൊളിയാണ്, നല്ല ക്ലിയർ വാട്ടറാണ്, നമുക്ക് നീന്താനൊക്കെ പറ്റും അവിടെ. അപ്പോൾ അങ്ങോട്ടേക്കാണ്. ഇത് വനാക്കയുടെ അടുത്ത് തന്നെയാണ് കേട്ടോ ഉള്ളത്. നമ്മളൊരു ചെറിയ എന്താ പറയുക ബീച്ചിൻ്റെ അടുത്ത്, ബീച്ച് എന്ന് പറയാൻ പറ്റില്ല, ഇതിനെ ബീച്ച് എന്നാണ് അവർ വിളിക്കുന്നത്. പക്ഷേ ഇതൊരു ലേക്കാണ്. ഇവിടെ ഇങ്ങനെ വേവ്സ് വരുന്നത് കാരണം, ഇപ്പോൾ വേവ്സ് ഇല്ല കേട്ടോ, വേവ്സ് വരുന്നത് കാരണം അവർ ഇതിനെ ബീച്ച് എന്നാണ് പറയുന്നത്. ലേക്ക് ഹാവിയ ബീച്ച്. കുറച്ച് നേരം നമുക്ക് വെള്ളത്തിൽ കളിച്ചിട്ട് ഇവിടെ വേണേൽ നീന്താം. നീന്തുന്നുണ്ടോ നിങ്ങൾ? വെള്ളത്തിൽ ഇറങ്ങുന്നുണ്ടോ? വെള്ളത്തിൽ നല്ല തണുപ്പുണ്ട്, ചെറിയ തണുപ്പല്ലേ ഉള്ളൂ. ഇറങ്ങിക്കോ, വെള്ളത്തിൽ ഇറങ്ങിക്കോ. ഇവിടെ ഇങ്ങനെ തിര അടിക്കുന്നത് കാരണം ഇതിനെ ഒരു ബീച്ച് എന്നാണ് പറയുന്നത്, ലേക്ക് ഹാവിയ. ഇതൊരു ലേക്കാണ്, അത്യാവശ്യം വലിയൊരു ലേക്ക് തന്നെയാണ്. ഈ സ്ഥലത്ത് നല്ല നല്ല തെളിച്ചുള്ള വെള്ളം കേട്ടോ, നല്ല ക്ലിയർ വാട്ടർ. എന്താ പറയുക, ഇവിടെ എല്ലാവരും നീന്താനൊക്കെ ഇറങ്ങുന്നൊരു സ്ഥലമാണ്. അധികം അവിടെ ആഴമില്ല. അവിടെ എന്താ പറയുക, ബൗണ്ടറി ഇട്ടിട്ടുണ്ട്, അതിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ പറ്റത്തില്ല. പക്ഷെ അവിടെ വരെ വലിയ ആഴമല്ല, നമുക്ക് നീന്താം. പിള്ളേർ ഇറങ്ങണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഇന്ന് ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് നിർത്തിയതാണ്. പിള്ളേരൊന്ന് റിഫ്രഷ് ആവും, പിള്ളേരൊന്ന് ട്രാവൽ ചെയ്തതിൻ്റെ ക്ഷീണമൊക്കെ ഒന്ന് മാറ്റാമെന്ന് വെച്ച് കഴിയണം. ഒത്തിരി പേര് ഇവിടെ കയാക്കും ഒക്കെ ആയിട്ട് വരുന്നവരുണ്ട് ഒത്തിരി. അങ്ങനെ ചോദിച്ചു. നീ ഇറങ്ങുന്നില്ല വെള്ളത്തിൽ? ലേക്കിലേക്ക് ഞങ്ങളൊന്ന് ഇറക്കി വിട്ടതാട്ടോ. ഇപ്പൊ വെള്ളത്തിന്ന് കേറുന്നില്ല. വേണ്ട, നീന്താൻ വേണ്ട, പൊക്കോ. ഇവിടെ ഇതുപോലെ പ്രാണിയൊന്നും ഇല്ലാത്ത സ്ഥലങ്ങൾ കിട്ടാൻ ഇച്ചിരി പാടാണ്. ഇനി നമ്മൾ ഉള്ളിലേക്ക് പോകുന്നതോറും വെള്ളത്തിൻ്റെ അടുത്തൊക്കെ മിക്കത് ഈ സാൻഡ് ഫ്ലൈ എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവും, അത് ചൊറിയും. ഇത് അത്യാവശ്യം നല്ല വെള്ളമാണ്, നീന്താനും പറ്റുന്ന സ്ഥലമാണ്, നല്ല ക്ലിയർ വാട്ടർ. നീന്തുന്നുണ്ടെങ്കിൽ നീന്തും, ഇല്ലെങ്കിൽ വാ. അപ്പൊ വരണന്ന് സ്വിമ്മ് ചെയ്യുന്നുണ്ട്, ചെയ്യോ, ഇല്ലെങ്കിൽ വാ പോവാം. അച്ഛന് വേണോ? വെള്ളത്തിലിറങ്ങാനാ? അങ്ങനെ തന്നെ. ഇത് വേണം.
വാ വെച്ച് പോവാം. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പുറപ്പെട്ടു. കാരണം ഞങ്ങൾക്ക് ഇനി ഹാസ്ത എത്താനുണ്ട്. ഹാസ്ത എത്തണമെങ്കിൽ ഇവിടെ നിന്ന് നല്ല ദൂരമുണ്ട്. പിന്നെ അത് മാത്രമല്ല, പോകുന്ന വഴിക്ക് നമുക്ക് ഒത്തിരി കാഴ്ചകൾ കാണാനുണ്ട്. ഈ 2 ലേക്കിൻ്റെ ഇടയിൽ കൂടെയാണ് ഈ റോഡ് പോകുന്നത്. നമുക്കിപ്പോൾ റൈറ്റ് സൈഡിൽ കാണുന്നത് ലേക്ക് ഹാവിയാണ്. നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ഇനി ലേക്ക് വനാക്ക് ലെഫ്റ്റ് സൈഡിൽ വരും. അങ്ങനെ 2 സൈഡിലും ലേക്കൊക്കെ ആയിട്ട് നല്ല നല്ല വ്യൂ ആണ് ഈ റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ അതുപോലെ ഈ റൂട്ടിൽ ഒത്തിരി സൈക്ലിസ്റ്റുകളുണ്ട്. കാരണം ഈ റൂട്ട് അത്ര കയറ്റങ്ങൾ കുറവാണ്, ഇത് നിരന്ന് കിടക്കുകയാണ്. പിന്നെ നമ്മുടെ ഹാസ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലാണ് പിന്നെ കയറ്റങ്ങളൊക്കെ തുടങ്ങാൻ പോകുന്നത്. പിന്നെ അതുകൂടാതെ 2 വെള്ളച്ചാട്ടം കൂടെ ഉണ്ട് നമ്മൾ ഈ പോകുന്ന വഴിക്ക്. 2 മിസ്സാക്കരുത്. ഈ റൂട്ടിൽ ആരെങ്കിലും പോകുന്നവരുണ്ടെങ്കിൽ എന്തായാലും മിസ്സാക്കരുത്. കാരണം ഈ 2 വെള്ളച്ചാട്ടങ്ങളുടെ അടുത്തേക്ക് നമുക്ക് നടന്നു പോകാനുള്ള ദൂരമുള്ളൂ. ഒരു 5-10 മിനിറ്റ് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. സാധാരണ ചില വെള്ളച്ചാട്ടങ്ങളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി നടന്ന് കയറി പോകേണ്ടതാണ്. പക്ഷേ ഈ രണ്ടെണ്ണവും നമുക്ക് ഒത്തിരി നടക്കേണ്ട ആവശ്യമില്ല, അപ്പോൾ എളുപ്പമാണ്. പിന്നെ അതുകൂടാതെ ഗേറ്റ് ഓഫ് ഹാസ്ത് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അത് അടിപൊളിയാണ്. ഒരു പാലത്തിൻ്റെ അടിയിലാണ് ഒരു പുഴ ഒഴുകുന്നുണ്ട്, ചെറിയ വെള്ളച്ചാട്ടമൊക്കെ ആയിട്ട്. അത് നല്ല രസമാണ്. നമുക്ക് പോകുന്ന വഴിക്ക് അതും കാണാം. കാണാൻ നല്ല ഭംഗിയില്ലേ, എന്ത് രസമല്ലേ കാണാൻ വേണ്ടിയിട്ട്. പടം വരച്ച പോലെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ഗേറ്റ് ഓഫ് ഹാസ്ത് എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. ഇത് വെച്ച് കഴിഞ്ഞാൽ 2 മലകൾ തമ്മിൽ ജോയിൻ ചെയ്യുന്ന ഒരു പാലമുണ്ട്. ഇതിൻ്റെ കൂടെ നല്ലൊരു ചെറിയ വെള്ളച്ചാട്ടമുണ്ട്. ഇത് എന്താ പറയുക, ഇതൊരു പുഴ ഒഴുകുന്നതാണ്. ശരിക്കും മറ്റേ വെള്ളച്ചാട്ടം ഞാൻ 2 പറഞ്ഞത് ഇതല്ല, അത് വേറെ തന്നെയുണ്ട്. വെള്ളച്ചാട്ടം തന്നെ, വാട്ടർഫാൾസ് തന്നെയുണ്ട്. ഇത് ഈ പോകുന്ന വഴിക്കുള്ളതാണ്. ഇത് അടിപൊളി സ്ഥലം കേട്ടോ. ഇത് വെള്ളത്തിൻ്റെ കളർ കാണുന്നത് ഒരു പച്ച കളറാണ്. പക്ഷേ വീഡിയോയിൽ കാണുമ്പോൾ കുറച്ചുകൂടി ഒരു നീല, പക്ഷേ ശരിക്കും ഒരു പച്ച കളറിലാണ് കാണാൻ പറ്റുക. ഈ പാലാണ് ഇത് തമ്മിൽ കണക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ഇതിന് ഗേറ്റ് ഓഫ് ഹാസ്ത് എന്നാണ് ഇവിടുന്ന് ഈ സ്ഥലം. ഞങ്ങളിവിടെ നിർത്തി കുറച്ച് നേരം ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് പോയത്. അപ്പോൾ അതിനുള്ള ഇവിടെ അത്യാവശ്യം പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. റോഡ് സൈഡിൽ തന്നെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. പാർക്കിംഗ് സ്പേസ് ആയിട്ട് കൊടുത്തിട്ടില്ല, പക്ഷേ നമുക്ക് റോഡിൻ്റെ സൈഡിൽ കുറച്ച് വീതിയുണ്ട്, നമുക്ക് നിർത്തിയിടാൻ സ്ഥലമുണ്ട്.
ഇവിടുന്ന് ഞങ്ങൾ കുറച്ച് നേരം ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് പോയത്. ഭക്ഷണം ഇവിടെ കണ്ടില്ലേ, പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ. വരുന്നവർക്ക് കുറച്ച് നേരം ഇവിടെ റെസ്റ്റ് എടുക്കാൻ പറ്റും. പിന്നെ അല്ലാത്ത സ്ഥലങ്ങളിൽ പാർക്ക് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണ്, ഈ റോഡിൻ്റെ ചില സ്ഥലങ്ങളിലൊക്കെ. ഇതുപോലുള്ള ചില സ്ഥലങ്ങളിൽ മാത്രമേ നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ ഇനി ഞങ്ങൾ നേരെ പോകുന്നത് മറ്റേ വെള്ളച്ചാട്ടം കാണാനാണ്. ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ ഞങ്ങൾക്ക് കയറാൻ പറ്റില്ല, ഭയങ്കര തിരക്കായിരുന്നു, വണ്ടി ഇടാൻ സൗകര്യമില്ലായിരുന്നു. അപ്പോൾ ആ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ.